മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാലിന് ഫാൽക്കെ പുരസ്കാരം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ് മോഹൻലാലിന്റെ സിനിമാ യാത്രകളെന്ന് പുരസ്കാര വാർത്ത പുറത്തുവിട്ടുകൊണ്ടുള്ള കുറിപ്പിൽ പറയുന്നു. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലേക്ക് ഈ പുരസ്കാരം കൊണ്ടുവരുന്ന രണ്ടാമത്തെ വ്യക്തി. ഇതിനു മുൻപ് അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിലേക്ക് കൊണ്ടുവന്നത്. നടന വിസ്മയത്തിന്റെ ലാളിത്യവും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രതിഭ, വൈവിധ്യം, കഠിനാധ്വാനം തുടങ്ങിയ ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ സുവർണ സ്ഥാനം നേടി എടുത്തു എന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. 2025 സെപ്റ്റംബർ 23 നടക്കുന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ ഈ പുരസ്കാരം വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷത്തെ ദാദാസാഹിബ് പുരസ്കാരം ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്കായിരുന്നു. ഇതിനു മുൻപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2004 അദ്ദേഹത്തെ മലയാളത്തിലേക്ക് പുരസ്കാരം വന്നത്. അന്ന് അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു പുരസ്കാരം. 1969 കേന്ദ്ര സർക്കാർ സംവിധായകനായ ദാദാസാഹിബ് ഫാൽക്കെയുടെ സ്മരണ നിലനിർത്താൻ ഈ പുരസ്കാരം പ്രഖ്യാപിച്ചു തുടങ്ങിയത്. PR അരവിന്ദ് ചേരുന്നു ഡൽഹിയിൽ നിന്നും. അരവിന്ദ്, നോക്കൂ, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് ബ്യൂറോയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട് മോഹൻലാലിനെ പറ്റി. തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ് മോഹൻലാലിന്റെ സിനിമാ യാത്രകൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ തേടി ഈ പുരസ്കാരം തേടിയെത്തത്. അതുല്യമായ പ്രതിഭ, വൈവിധ്യം, കഠിനാധ്വാനം, ഇത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ സുവർണ സ്ഥാനം നേടിയെടുത്തുന്നു എന്നുള്ള ഒരു കുറിപ്പുമുണ്ട്. ഈ കുറിപ്പിനെ സംബന്ധിച്ച് മലയാള സിനിമയെ സംബന്ധിച്ചോളം മറ്റൊരു നേട്ടത്തിന്റെ കൊടുമുടിയിലെത്തുകയല്ലേ ഈ പുരസ്കാര നേട്ടം? തീർച്ചയായിട്ടും അജി, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള നേട്ടം തന്നെയാണ് മോഹൻലാലിന്റെ ഈ പുരസ്കാര നേട്ടത്തിലൂടെ കൈവരിച്ചിരിക്കുന്നത്. മലയാള സിനിമ, ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ പുതിയൊരു നായികക്കല്ല് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. മോഹൻലാലിന് ഈ അവാർഡ് അദ്ദേഹം തീർത്തും അർഹനാണെന്ന് തന്നെ. കാരണം ഇത് നേരത്തെ ലഭിക്കേണ്ടതായിരുന്നു എന്ന പല പ്രതികരണങ്ങളും വരുന്നുണ്ട്. എന്തായാലും 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് ഇപ്പോൾ മോഹൻലാലിനെ തേടിയെത്തിയിരിക്കുന്നത്. ഈ 23, അതായത് ചൊവ്വാഴ്ച ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ആ ചടങ്ങിൽ അദ്ദേഹത്തിന് ഈ പുരസ്കാരം സമ്മാനിക്കും. ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണവും അന്ന് തന്നെയാണ് നടക്കുന്നത്. ആ ചടങ്ങിൽ തന്നെ മോഹൻലാലിനും ഈ പുരസ്കാരം സമ്മാനിക്കും. ഈ നടനും അതുപോലെ തന്നെ സംവിധായകൻ, നിർമ്മാതാവ് എന്ന എല്ലാ തലങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് മോഹൻലാലിന് ഇപ്പോൾ ഈ പുരസ്കാരം നൽകിയിരിക്കുന്നത്. അദ്ദേഹം മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും നൽകിയ സംഭാവനകൾ അതൊരിക്കലും വിസ്മരിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ മോഹൻലാലിന് നൽകിയ പങ്ക്, മോഹൻലാലിന്റെ പങ്ക് അത് വളരെ വലുതെന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം മന്ത്രാലയവും ഇപ്പോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം സംവിധായകനും നിർമ്മാതാവുമായ മോഹൻലാലിനെ ആദരിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രതിഭ, വൈവിധ്യം, കഠിനാധ്വാനം തുടങ്ങിയവ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ സുവർണ സ്ഥാനം നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വാർത്താവിതരണ മന്ത്രാലയം ഇപ്പോൾ പുറത്തിറക്കിയ ഈ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ് മോഹൻലാലിന്റെ സിനിമാ യാത്രകൾ. അത് എക്കാലവും നിലനിൽക്കുമ്പോൾ ആ പുരസ്കാരങ്ങൾക്ക് മോഹൻലാൽ എന്ന മഹാനടൻ അർഹനാണ്. കാരണം കേരളം ഒന്നാകെ ഈ പുരസ്കാരം സ്വീകരിക്കുകയാണ്. മലയാളികൾ ഒന്നടങ്കം ഈ അവാർഡ് ഇരു കൈകളും വെച്ച് സ്വീകരിക്കുകയാണ്. മലയാള സിനിമ മാത്രമല്ല, രാജ്യം തന്നെ വലിയ രീതിയിൽ അഭിമാനത്തിലാണ്. തീർത്തും അർഹനായ ഒരാൾക്ക് തന്നെ 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു എന്ന് തന്നെയാണ് ഇതിന് തോന്നിൽ നിന്ന് ഉയർന്നു പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ തവണ ഈ പുരസ്കാരം ലഭിച്ചത് ബോളിവുഡ് നടനായ മിഥുൻ ചക്രവർത്തിക്കായിരുന്നു. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ഇതിനു മുമ്പ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാളി എന്ന് പറയുന്നത്. 2024 അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ 21 വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാളിയെ തേടി വീണ്ടും ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം എത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ എന്ന് പറയുന്നത് അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളവും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളവും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളവും വലിയ രീതിയിൽ അഭിമാനം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്.